അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 91-ാമത്തെ ആയത്തിന്റെ അർത്ഥവും ചെറിയ ഒരു വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സംസാരിച്ചത്. ഇന്ന് ഈ ആയത്തിന്റെ ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ ഇറക്കിയ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ വിശ്വസിക്കുവാൻ യഹൂദികളോട് കൽപ്പിക്കപ്പെട്ടാൽ അവർ ആ വിഷയത്തിൽ അഹങ്കാരം പ്രകടിപ്പിക്കുകയും തിരിഞ്ഞു കളയുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെയും അതേപോലെ അള്ളാഹുവിന്റെ റസൂലിലൂടെ അവതരിച്ച ഈ പരിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്ന ഒരു സ്വഭാവമാണ് മൊത്തത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകടിപ്പിച്ചിരുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈമാനുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെ മേലും നിർബന്ധമായ ഒരു കാര്യമാണ് അള്ളാഹു ഇറക്കിയ മുഴുവൻ കാര്യങ്ങളും അതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അത് സത്യവിശ്വാസികളായ ഓരോ വ്യക്തിയുടെയും മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ അള്ളാഹു ഇറക്കിയ മുഴുവൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് യഹൂദികളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച കാര്യമായാലും അതുപോലെ മറ്റുള്ള സമൂഹങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച കാര്യമായാലും അതിൽ മുഴുവൻ വിശ്വസിക്കൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ഈമാനുള്ള ആളുകളുടെ സവിശേഷതയായി സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ മിൻ ഖബ്ലിക്, നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ എന്ന്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരെയും ആ മുഴുവൻ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അതോടൊപ്പം അവർക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിശ്വാസികൾ. ഏതെങ്കിലും ഒരു പ്രവാചകനിൽ അല്ലെങ്കിൽ ആ പ്രവാചകനെ അവതരിച്ച ഗ്രന്ഥത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് തത്വത്തിൽ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ പ്രയോജനപ്രദമായിട്ടുള്ള നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു വിശ്വാസം. അതായത് അള്ളാഹു അവന്റെ മുഴുവൻ പ്രവാചകന്മാർക്കും ഇറക്കിയതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് രക്ഷയുടെ മാനദണ്ഡമാണ്. എന്നാൽ പ്രവാചകന്മാർക്കിടയിലും ഗ്രന്ഥങ്ങൾക്കിടയിലും വിവേചനം കാണിക്കുകയും ചിലത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ, ചിലത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് വാദിക്കുന്നത് സത്യത്തിൽ അത് യഥാർത്ഥ ഈമാനല്ല, അത് യഥാർത്ഥ സത്യവിശ്വാസമല്ല, മറിച്ച് അത് സത്യനിഷേധമാണ്, അത് വ്യക്തമായ കുഫർ തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 150, 151 ആയത്തുകളിലായി പറഞ്ഞത്, ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി, അള്ളാഹുവിനും അവന്റെ ദൂതന്മാർക്കും ഇടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്, ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല, അങ്ങനെ അതിനിടയിൽ, അതായത് ആ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ, ആ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാരാണോ ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ, അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ അവിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഒരു സ്വഭാവം, അതായത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിച്ച, അള്ളാഹു നിയോഗിച്ച ചില പ്രവാചകന്മാരെ വിശ്വസിക്കുകയും ചില പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ യഹൂദികൾ, അവർ യഥാർത്ഥത്തിൽ ഈ ഒരു വിവേചന സ്വഭാവം അവർക്കുള്ളത് കൊണ്ട് അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിശ്വാസികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾ ഇറക്കി തന്ന
ഈ നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ ഖുർആനിൽ വിശ്വസിക്കൂ എന്ന് യഹൂദികളോട് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത് തന്നെ മതി എന്ന് ഈ യഹൂദികൾ പറയാൻ കാരണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 91-ാമത്തെ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ വയക്ഫുറൂന ബിമാ വറാഅഹു, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറയും, അതിനപ്പുറമുള്ളത് അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന്. ഇവിടെ യഹൂദികൾ പറയാറുള്ള ഈ ഒരു സംസാരം, അതായത് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ട തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതിന് വളരെ കൃത്യമായ മതിയാകുന്ന നിലക്കുള്ള ഒരു മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് തുടർന്ന് ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതായത് ഈ യഹൂദികൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. എന്താണ് അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത്? വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹും, അതാകട്ടെ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ, പറയുക നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് എന്ന്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഇറക്കി തന്ന ഈ പരിശുദ്ധ ഖുർആനിനെ ഈ യഹൂദികൾ അവിശ്വസിച്ചതിന് രണ്ട് നിലക്കുള്ള വളരെ പ്രസക്തമായ മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്. ഒന്നാമത്തെ മറുപടി അള്ളാഹു പറയുകയാണ്, വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹും, വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹും, അതാകട്ടെ അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കിക്കൊണ്ടുള്ള യഥാർത്ഥമാണ് താനും. അതായത് ഈ പരിശുദ്ധ ഖുർആൻ അത് യഹൂദികളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ നിഷേധിക്കുകയല്ല, മറിച്ച് തൗറാത്തിന്റെ സത്യത സ്ഥാപിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറയുന്നത് വഹുവൽ ഹഖ്, അത് സത്യമാണ്, യഥാർത്ഥമാണ് എന്നാണ്. അപ്പോൾ ഈ ഗ്രന്ഥം അത് യഥാർത്ഥ സത്യമാണ് എങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ കൽപ്പനകളും അതിലടങ്ങിയിട്ടുള്ള എല്ലാ നിരോധങ്ങളും അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാകുമ്പോൾ ആ സന്ദേശം വന്നതിന് ശേഷം അതിൽ അവിശ്വസിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ തന്നെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു അവതരിപ്പിച്ചതിനെയും അവിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിച്ചു തരികയാണ്. പിന്നീട് ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദികളെ രണ്ടാമതായി ഗണ്ണിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ, പറയുക നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ പിന്നെ എന്തിനാണ് മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയിരുന്നത് എന്ന്. അതായത് സത്യത്തെ വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുമായിട്ട് ഈ ജനതയിലേക്ക് മുമ്പൊക്കെ പ്രവാചകന്മാർ വന്നപ്പോൾ തൗറാത്തിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന ഇവർ പിന്നെ എന്തിനാണ് ആ പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ തൗറാത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും തന്നെ ആ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരെ നിങ്ങൾ കൊലപ്പെടുത്തുകയില്ലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിക്കുന്ന, ഒരു ന്യായവുമില്ലാതെ യഹൂദികളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെ കൊല ചെയ്യുന്ന സ്വഭാവമുള്ള ഈ യഹൂദികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ച കാര്യം നമ്മൾ സൂറത്തുൽ ബഖറയുടെ 61-ാമത്തെ ആയത്ത് പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്നവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിശദീകരിച്ച ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് ആ വിഷയം ഇനി ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ 91-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംസാരിക്കാനുള്ള വിഷയങ്ങൾ. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.